ഗൗതമേ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സുരേഷ് ഗോപി പറഞ്ഞ വിഷയം, അല്ലെങ്കിൽ സുരേഷ് ഗോപിയുടെ അധമകുല ജാത പ്രയോഗം, അതുപോലെ തന്നെ സവർണ അവർണ മേധാവിത്വം, എന്താണ് ഈ എന്താ പറയുക, നമ്മുടെ ചാതുർവർണ്ണ്യം, ഇതൊക്കെ വലിയ ചർച്ചകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്നലെ നമ്മൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. എന്താണ് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്, അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം തന്നെയാണോ ഇവർ പറഞ്ഞത്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. കുറച്ചും കൂടെ വിശദമായിട്ട് സുരേഷ് ഗോപി അതിന് ചില വ്യക്തത വരുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. കാര്യം, താൻ പറഞ്ഞ പ്രസംഗം മുഴുവൻ പുറത്തുവിടാൻ മാധ്യമങ്ങൾ തയ്യാറാവണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. അതിൽ കൃത്യമായിട്ട് താൻ എന്താണ് പറയുന്നത് എന്നുള്ളതുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അത് മുഴുവൻ പുറത്തു വിടൂ, അല്ലാതെ ഈ തരത്തിൽ നാറിയ കളി കളിക്കരുത് എന്ന് തന്നെ സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ വിനായകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഈ സിനിമാ നടനായിട്ടുള്ള വിനായകന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് മടുത്തതാണ്. ഒന്നാമത്തത്, വിനായകൻ എന്താ കാണിക്കുന്നത്, വിനായകന് പോലും യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാര്യമാണുള്ളത്. പക്ഷെ അദ്ദേഹം ഈ പറഞ്ഞ ഇപ്പം അടുത്ത് ഫ്ലാറ്റിൽ തുണിപോക്കി കാണിക്കുന്ന ഫോട്ടോയും അതുപോലെ സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടുകൊണ്ട് അധമകുല ജാതനെ സവർണകുലത്തിലേക്ക് എത്തിക്കാൻ അങ്ങ് കുടുംബം വിറ്റും പോരാടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ഇട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതിനൊന്നും മറുപടി പറയാൻ യഥാർത്ഥത്തിൽ പോവരുതാത്തതാണ്. പക്ഷേ അദ്ദേഹത്തെ പോലെ ഇയാളൊരു സിനിമാ നടനായതുകൊണ്ട് ഈ വിനായക യഥാർത്ഥത്തിൽ കാര്യം മനസ്സിലാക്കാതെയാണ് ഇത്തരം പോസ്റ്റുകളുമായിട്ട് വരുന്നത്. അല്ല, വിനായകൻ ഒരിക്കലും കാര്യം മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് സത്യം. വിനായകൻ ഈ പറയുന്ന ഒരു വയനാട്ടിലെ ആദിവാസി യുവതി അദ്ദേഹത്തോടൊരു സംഘടനാപരമായ ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചപ്പോൾ കൂടെ കിടക്കുമോ എന്ന് ചോദിച്ച ആളാണ് ഈ മഹാൻ. മനസ്സിലാക്കണം, അവിടെ ഈ കുലവും ജാതിയും ഒന്നും ഇല്ലായിരുന്നു ഇയാൾക്ക്. അതെന്തോ ആവട്ടെ, ഈ സുരേഷ് ഗോപി വിഷയത്തിൽ കുറച്ചും കൂടി കാര്യങ്ങൾ ക്ലിയറായി വ്യക്തമായി പുറത്തു വരികയാണ്. കാരണം സുരേഷ് ഗോപിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചില മാധ്യമങ്ങൾ കളിച്ചതാണ് എന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ വരികയല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ സുരേഷ് ഗോപി പറഞ്ഞതിലുള്ള യഥാർത്ഥ അർത്ഥം എന്താണ് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. അതിനടിയിൽ തന്നെ പല ആളുകളും പല കമൻറ്റുകളുമായിട്ട് വന്നു. എന്തിനാണ് സുരേഷ് ഗോപി ഈ രീതിയിൽ അനുകൂലിക്കുന്നത്, തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയായിട്ട് പറയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സുരേഷ് ഗോപി എന്തു പറഞ്ഞു കഴിഞ്ഞാലും അതിലുള്ള ഏതെങ്കിലും ചില വരികളെ മാത്രം പുറത്തെടുത്തുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ച് വിവാദമുണ്ടാക്കി സുരേഷ് ഗോപിനെ എങ്ങനെ താറടിച്ച് കാണിക്കാം എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇവിടെ പല ആളുകളും പ്രവർത്തിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഉന്നത കുലജാതൻ എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തെ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന ഒരു പൂർണ്ണാവസ്ഥയിലല്ല ആ വിഷയം ചർച്ചയായിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിൽ ഏതാനും വാക്കുകളും ഏതാനും സെൻറ്റൻസുകളും മാത്രം എടുത്തുകൊണ്ട് ആ വീഡിയോ പ്രചരിപ്പിക്കുകയെന്ന് പറയുന്നത്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത്? സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ടുള്ള അർജുൻ മുണ്ട അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു വേദിയിൽ ഈ ദളിത് അതല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിലേക്ക് വരുന്ന ഫണ്ടുകളെ ഏത് രീതിയിലാണ് ഗവൺമെൻറ് വിനിയോഗിക്കുന്നത് എന്നൊരു ചർച്ച നടക്കുകയുണ്ടായി. ആ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സുരേഷ് ഗോപി സംസാരിച്ചു തുടങ്ങിയത്. അതിൽ കൃത്യമായിട്ട് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, പലപ്പോഴും ഈ പിന്നാക്ക വിഭാഗങ്ങൾക്കായിട്ട് ഗവൺമെൻറ് തരുന്ന ഫണ്ടുകളെ കൃത്യമായ രീതിയിലല്ല വിനിയോഗിക്കപ്പെടുന്നത്. അത് പലപ്പോഴും തിരിമറി നടത്തുന്നു, വകമാറ്റി ഉപയോഗിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ഫണ്ടുകൾ ഇത്തരം വിഭാഗങ്ങൾക്കായിട്ട് വരുന്നുണ്ടെങ്കിലും അത് അവരിലേക്ക് എത്തിപ്പെടുന്നില്ല. അതിൻ്റെ ഈ ഒരു ഫണ്ട് ഒഴുകി വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് യഥാർത്ഥത്തിൽ കാണാൻ വേണ്ടി സാധിക്കണം. അത് കാണാൻ വേണ്ടിയിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല എന്നാണ് സുരേഷ് ഗോപി ആദ്യം തന്നെ വ്യക്തമാക്കിയത്. അതായത് ഒരു 38,000 കോടി രൂപയുടെ ഒരു കണക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു ചർച്ച അവിടെ നടക്കുകയുണ്ടായി ഡൽഹിയിൽ. ഈ കേന്ദ്രമന്ത്രി അർജുൻ മുണ്ട ഉണ്ടായിരുന്ന ഒരു വേദിയിൽ. അതിൽ ഈ 38,000 കോടി ഇവർക്ക് വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കാണണം, കേരളത്തിലാണെങ്കിൽ അതെനിക്ക് കാണണം എന്നാണ് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ ആവശ്യപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ചെറിയൊരു തുകയല്ല 38,000 കോടി എന്ന് പറയുന്നത്. പക്ഷെ അത്രയും കോടി രൂപയുടെ എന്തെങ്കിലും സഹായം ഈ യഥാർത്ഥത്തിൽ ഈ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നതിൽ യഥാർത്ഥത്തിൽ ആശങ്കയുണ്ട് എന്നാണ് സുരേഷ് ഗോപി പറയുന്നത്. പിന്നീട് അദ്ദേഹം പറയുന്നത്, പലപ്പോഴും ഇത്തരം വിഭാഗങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകൾ പലപ്പോഴും കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് പലപ്പോഴും ഫണ്ടുകൾ കൃത്യമായ രീതിയിൽ ഇവരിലേക്ക് ഒഴുകിയെത്താത്തത് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. ഈ ഒരു സ്ഥലത്താണ് ഇദ്ദേഹം പറയുന്നത്,
പിന്നാക്ക വിഭാഗത്തിൻ്റെ വകുപ്പ് യഥാർത്ഥത്തിൽ എനിക്ക് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹമുണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ പിന്നോക്ക വിഭാഗത്തിൻ്റെ ഒരു വകുപ്പിൽ ഉന്നത കുലജാതരായിട്ടുള്ള ആളുകൾ, അതായത് ബ്രാഹ്മണനോ നായിഡുവോ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് വലിയ രീതിയിലുള്ള ഗുണമുണ്ടാകും. ഇത് മാത്രമല്ല അദ്ദേഹം പറയുന്നത്, മുന്നാക്ക വിഭാഗം കൈകാര്യം ചെയ്യുന്ന ആ വകുപ്പിൽ പിന്നാക്ക വിഭാഗത്തിലുള്ള ഒരാൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിട്ട് വരണമെന്നും കൂടി സുരേഷ് ഗോപി ഇവിടെ പറയുന്നുണ്ട്. അതെന്തിനാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്? മുന്നാക്ക വിഭാഗത്തിൻ്റെ ആ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ പിന്നാക്ക വിഭാഗം വരണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ തന്നെ പൊളിഞ്ഞില്ലേ? സുരേഷ് ഗോപിൻ്റെ ഉള്ളിൽ ഈ ഒരു ഉന്നത കുലജാതൻ്റെ യഥാർത്ഥ ബോധമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വരേണ്യ ബോധമോ ഇല്ല എന്ന് ഈ രണ്ട് കാര്യം അദ്ദേഹം പറയുന്നതിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കാര്യം യഥാർത്ഥത്തിൽ മാധ്യമങ്ങളൊന്നും പ്രചരിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ എന്ന് പറയുന്നത്. ഗൗതം പറഞ്ഞതുപോലെ ഈ റോഡ് സൈഡിലൊക്കെ നമ്മൾ ചില ബസ് സ്റ്റോപ്പുകൾ കാണാറുണ്ട്. എന്താണ്, ഒരു ചെറിയ കുഞ്ഞു ബസ് സ്റ്റോപ്പ് ആയിരിക്കും. അതിൻ്റെ ഇരിക്കാൻ രണ്ട് കമ്പി ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് അതിൻ്റെ ഇരുന്നാൽ നമ്മളങ്ങ് താഴ്ന്നു പോകും. എന്നിട്ട് അതിൻ്റെ ആളുകൾ ഇങ്ങനെ പലരും ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത് കാണാം. എന്തിനാണ് ഇത്തരം ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കി വെച്ചത് നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കാണാം, ഇന്ന MLA-യുടെ ഇത്രാമത്തെ പദ്ധതി പ്രകാരം 3 കോടി രൂപ മുടക്കി ഉണ്ടാക്കിയ ബസ് സ്റ്റോപ്പ്. ആകെ 4 കാലും ഒരു ഷീറ്റും 2 കമ്പിയും. ഇതാണ് ഉണ്ടാവുക. ഇതേ കാര്യമാണ് ആദിവാസി വിഭാഗത്തിൽ ഗോത്ര വിഭാഗങ്ങൾക്ക് സത്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി ധാരാളം ഫണ്ട് ഭരണഘടനാപരമായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് ഉത്തരവാദിത്തമാണ്. പക്ഷേ ഇതൊന്നും ഇവരിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഈ നോക്കൂ, എത്രയോ അധികം വയനാട് ഉൾപ്പെടെ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ പല മേഖലകൾ, ഇടുക്കി ജില്ലയുടെ മേഖലകൾ, അട്ടപ്പാടി, ഇവിടെയൊക്കെ നമ്മൾ പോയി നോക്കണം. കൊല്ലത്തുള്ള ആദിവാസി മേഖല, ഇവിടെയൊക്കെ പോയി നോക്കിയാൽ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന വീടുകളൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് വീടുകളാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു തിരിച്ചറിയുന്ന വിധത്തിൽ ഇത് എന്തോ ഒരു തരത്തിൽ ലക്ഷം വീട് കോളനി എന്നൊക്കെ പറയുന്നത് പോലെ തിരിച്ചറിയപ്പെടുന്ന വിധത്തിലേക്കാണ് ചില എന്താ പറയുക കെട്ടിടങ്ങൾ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുക. ലക്ഷം വീട് കോളനി എന്ന് പറയുന്നൊരു പ്രയോഗം തന്നെ കോളനിവൽക്കരിക്കപ്പെട്ടവരാണ് ഇവർ എന്ന് പറയാൻ വേണ്ടി ഇവിടുത്തെ പുരോഗമന സിംഗങ്ങൾ എന്ന് അവകാശപ്പെടുന്ന സർക്കാരുകൾ ഉണ്ടാക്കി കൊടുത്തതാണ് എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇവിടെയാണ് സുരേഷ് ഗോപി പറഞ്ഞതിൻ്റെ പ്രാധാന്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. കാരണം ഈ ഫണ്ടൊക്കെ എവിടെയാണ് പോകുന്നത്? ഈ ഇത്തരം വലിയ ഫണ്ട് ഉണ്ടെങ്കിൽ ഇവർക്ക് നല്ല വീടുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും, നല്ല ആരോഗ്യ സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇവർക്ക് വേണ്ടത് പ്രത്യേക രീതിയിലുള്ള ആരോഗ്യ സംവിധാനമാണ്. അവരുടെ രീതിയും നമ്മുടെ രീതിയും എല്ലാം വെച്ചുകൊണ്ടുള്ള ആരോഗ്യ സംവിധാനമാണ് വേണ്ടത്. ഇവരുടെ ഇപ്പം വയനാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പല ആദിവാസി കുട്ടികൾക്കും പഠിക്കാൻ പോകാൻ താല്പര്യമില്ല. കാരണം അവർക്ക് വേറൊരു മൈൻഡാണ്. അപ്പോൾ ആ മെൻറ്റാലിറ്റിയെ കൂട്ടിച്ചേർത്ത് കൊണ്ട് പോകാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം. പലരും അവരെ സ്കൂളിൽ നിന്ന് കളിയാക്കുന്ന വിഷയങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് സ്കൂളിൽ പോകാൻ വേറെ പല ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഉള്ളിടത്ത് ഇതൊന്നും പരിഹരിക്കാനൊന്നും അല്ല ഇവരാരും ശ്രമിക്കുന്നത്. ഇതിനെ മറികടക്കാനുള്ള എന്ത് സംവിധാനമാണ് നമുക്കുള്ളത് എന്നാണ് സുരേഷ് ഗോപി ചോദിച്ചത്. ഗൗതം പറഞ്ഞതുപോലെ സുരേഷ് ഗോപി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ഒന്ന്, ഈ പറയുന്നത് പോലെ ഈ മുന്നോക്ക വിഭാഗത്തിലുള്ള ആളുകൾ ഈ പട്ടികജാതി പട്ടികവർഗ വകുപ്പിൻ്റെ മന്ത്രിമാരായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ കമ്മീഷൻ ചെയർമാൻ സ്ഥാനത്തൊക്കെ വരണം. അപ്പോൾ നല്ല മാറ്റങ്ങൾ വരും. ഇവരിരുന്നിട്ട് ഒരു മാറ്റവും ഇല്ല എന്നാണ് സുരേഷ് ഗോപി ഒന്ന് പറഞ്ഞത്. അവിടെ ഈ വരേണ്യബോധത്തിൻ്റെ എന്താണ് ഈ പറയുന്ന എന്തെങ്കിലും ഒരു സാധനം ഈ സുരേഷ് ഗോപിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ വാക്കെടുത്ത് പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. അതായത് മുന്നോക്ക വിഭാഗ കമ്മീഷനും മുന്നോക്ക വിഭാഗത്തിലെപ്പെട്ട വകുപ്പുകളിലുമൊക്കെയുള്ള മന്ത്രിമാർ, അതുപോലെ തന്നെ കമ്മീഷൻ ചെയർമാൻ, ഈ ഡയറക്ടർ തുടങ്ങിയ അംഗങ്ങളൊക്കെ തന്നെ പിന്നോക്ക വിഭാഗത്തിൽ നിന്ന് വരണം. കാരണം ഈ മുന്നോക്കത്തെ ഭരിക്കുന്നത് പിന്നോക്കക്കാരന് ഭരിക്കാൻ പാടില്ല, പിന്നെ ഈ മുന്നോക്കക്കാരന് ഭരിക്കാൻ പാടില്ല എന്നുള്ള നിലപാടൊക്കെ മാറ്റിയിട്ട് ഒരു ഗവൺമെന്റ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു തൊട്ടുകൂടായ്മയുടെ വിഷയമല്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം. 2, അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഈ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ അവരുടെ മന്ത്രിമാരും നേതാക്കന്മാരുമായിട്ട് കീശ വീർപ്പിക്കുകയാണ്, അല്ലാതെ അവർക്ക് ഒരു ഗുണമില്ല എന്നാണ് പറഞ്ഞത്. അതിൽ ഈ വാചകം വന്നു, ഉന്നത കുലജാതർ എന്ന് വന്നു. ഞാൻ ചോദിക്കട്ടെ, അതിനെ മാത്രം അടുത്താണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഒറ്റയടിക്ക് കേട്ടാൽ, നമ്മൾ മലയാളികൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്, ഈ ഉന്നത കുലജാതർ എന്ന് കേട്ടാൽ എന്തോ ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ സവർണർ എന്ന് അഭിസംബോധന ചെയ്യുന്നത് ആരെയാണ്? ഈ സവർണർ എന്ന അഭിസംബോധന ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഭരണഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഈ ആനുകൂല്യങ്ങൾ വരെ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവർണർ സവർണർ വേർതിരിവ് നടത്തുന്നത് ആരാ? യഥാർത്ഥത്തിൽ സർക്കാർ തന്നെയാണ് നടത്തുന്നത്. അതെന്തോ ആവട്ടെ, അതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. ഈ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് നേരെ
ജാതിക്കാരെ ഇത്തരം എന്താണ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതുപോലെ ഈ ചാനൽ മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞ മുഴുവൻ വീഡിയോയും പുറത്തു വിടാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. ആദ്യഘട്ടത്തിൽ അവർ കാണിച്ചിരുന്നു എന്ത്, ഈ മുന്നോക്ക ജാതിക്കാരെ ഈ പിന്നോക്കക്കാർ ഭരിക്കണമെന്നുള്ളത് ആദ്യം കാണിച്ചു. പിന്നീട് ഇത് വിവാദമായപ്പോൾ അതും വെട്ടിക്കളഞ്ഞു. എന്നിട്ട് ഈ ഉന്നത കുല ജാതർ ആ ഒരു കാര്യം മാത്രം എടുത്ത് പൊക്കി പിടിച്ചു. മുന്നാക്ക വിഭാഗത്തിന് പിന്നാക്ക വിഭാഗം ഭരിക്കണം എന്ന് പറഞ്ഞല്ലോ, അത് വന്നു കഴിഞ്ഞാൽ ഈ മൊത്തം പൊളിയും. അത് ആദ്യം കൊടുത്തിരുന്നു, പക്ഷെ ഈ വിവാദം കത്തിയപ്പോൾ അത് കട്ട് ചെയ്ത് കൊടുത്തു. ഇങ്ങനത്തെ നാറിയ പണികളാണ് ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരെടുക്കട്ടെ, ഇതൊക്കെ ജനം കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വിവാദം ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം സുരേഷ് ഗോപി പറഞ്ഞതിന്റെ സത്യാവസ്ഥ ജനം മനസ്സിലാക്കി തുടങ്ങി. അദ്ദേഹത്തിന് വലിയ പിന്തുണയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.